സോ ഗൈസ് ഇന്ന് കുറച്ച് ഹെഡ് ടു ഹെഡ് കളിക്കാമെന്ന് വിചാരിച്ചു സബ്സ്ക്രൈബേഴ്സിൻ്റെ കൂടെ. സോ ഫസ്റ്റ് കിട്ടിയത് സിഡോർഫിനെയാണ്. സോ ഇത് കഴിഞ്ഞിട്ട് ആരുടെ റിക്വസ്റ്റാണ് വരുന്നത് അവരോട് കളിക്കുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് എന്തായാലും നോക്കാം. ഓ ഗേസ് പുള്ളിക്ക് കിട്ടിയൊരു ചാൻസ് ഉണ്ട് എന്തായാലും. ആൻഡ് സ്കെമൈക്കിൾ ഉള്ളതുകൊണ്ട് ഗേസ് നമ്മൾ ജീവിച്ച് പോകുന്നു. കാരണം അങ്ങനത്തെ ആംഗിൾ എന്നുള്ള ഷോട്ടൊക്കെ സേവ് ചെയ്യാൻ പുള്ളിക്ക് കഴിവുണ്ട്. ഓ ഷോർട്ട് കോർണറാണ്. ആൻഡ് വീണ്ടും ഒരു ചാൻസ് ക്രിയേറ്റ് ചെയ്യണമെന്ന് തോന്നുന്നു. ഓക്കെ ഡിഫെൻഡ് ചെയ്ത് വിടുന്നുണ്ട് എന്തായാലും. ഓക്കെ നമ്മളെന്തായാലും ഡിഫെൻഡ് ചെയ്ത് വിട്ടിട്ടുണ്ട്. ആൻഡ് നമുക്കൊരു ചാൻസാണ് ഗേസ്. ലൂയിസ് ഡയസിനെയും കൊണ്ട് അങ്ങ് പരമാവധി പോകാൻ നോക്കാം. ഓ ഗേസ് കിട്ടി ഗേസ്. ഇത് ഗോളായിരിക്കും ഗേസ്, 100% ഉറപ്പ്. ആൻഡ് അത് ഗോളാണ് ഗേസ്. കൊരസ്കേലിയ ഉണ്ടല്ലോ ഗേസ്, പിന്നെ നമ്മളെന്തിനാ പേടിക്കുന്നത്. ഓക്കെ എന്തായാലും 1-0 എനിക്കറിയത്തില്ല. ഓക്കെ എന്തായാലും ഫസ്റ്റ് ഹാഫ് ആകുമ്പോഴാണ്. സോ സിഡോർഫാണ് ഗേസ്. നമ്മളുടെ സബ്സ്ക്രൈബേഴ്സ് കോഡ് റിവ്യൂവിൽ ലാസ്റ്റ് വീഡിയോയിലാണെന്ന് തോന്നുന്നു 1ാം സ്ഥാനത്ത് ഉണ്ടായിരുന്നത് പുള്ളിയുടെ അക്കൗണ്ടായിരുന്നു. അപ്പോൾ ഒരു ഷോട്ട് അടിക്കുന്നുണ്ട്, അതിനത് പുറത്തോട്ടാണ്. ഗേസ് കളി തീർന്നിട്ടില്ല. ഫസ്റ്റ് ഹാഫ് 1-0. ഇനി സെക്കൻഡ് ഹാഫ് തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. ഓക്കെ നോക്കാം ഗേസ്, പരമാവധി പിടിച്ച് നിൽക്കണം, എങ്ങനെയും ജയിക്കണം, അത്ര തന്നെ. കാര്യം പറഞ്ഞാൽ ഞാൻ വലിയ പ്രോയൊന്നുമല്ല, ഇങ്ങനെ ടൈമും കിട്ടാറില്ല ഇപ്പം. ഓക്കെ അതുകൊണ്ട് തന്നെ നമുക്ക് നോക്കാം. കളിക്കാൻ പറ്റുന്ന സമയത്തൊക്കെ കളിക്കുക, ഇല്ലെങ്കിൽ പിന്നെ അതിനൊന്നും പറ്റില്ല. ഓക്കെ അത് പോയിട്ടുണ്ട് ഈ ചാൻസ്. ആൻഡ് അപ്പുറത്തെ പുള്ളിയെ ചാൻസ് ക്രിയേറ്റ് ചെയ്യാനുണ്ട്. ആൻഡ് എനിക്കൊന്ന് ഷോട്ട് വരാൻ പോവാന്ന്. ആൻഡ് അഗെയിൻ ഗേസ് ഇതാണ് ഈ സ്കെമൈക്കിളിനെ വിശ്വസിക്കണം എന്ന് പറഞ്ഞത്. പുള്ളീൻ്റെ ആ ഒരു സേവും ഇതൊക്കെ കിടിലമാണ്. മിക്കവാറും ഷോർട്ട് കോർണർ ആവാൻ ചാൻസ് ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഷോർട്ട് കോർണർ ആയിരുന്നു. ആൻഡ് പുള്ളി ഷോർട്ട് കോർണറാണ് എടുക്കുന്നത്. ആൻഡ് റൊണാൾഡീനിയാണ് ഗേസ്. ഓക്കെ ബോൾ എങ്ങനെയും ക്ലിയർ ചെയ്ത് കളയണം. ആൻഡ് നമ്മളെടുത്തിട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ വീണ്ടും വന്നു, പോകുന്നില്ല. ആൻഡ് വീണ്ടും സേവ് ഗേസ്, രക്ഷപ്പെട്ടു ഗേസ് ഇപ്രാവശ്യം. സോ നമുക്ക് ചാൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. എന്തായാലും കുറച്ചൊരു 10 ഇത് കൂടി ഉണ്ട്. ഓക്കെ പെട്ടെന്ന് ഇപ്പോൾ കളി കഴിയും. ആൻഡ് പാർക്ക് ജീസ് അങ്ങനെ കൊണ്ട് പോവാം. ആൻഡ് കിട്ടുന്നൊരു ഓപ്പർച്യൂണിറ്റീസ്, രണ്ടാമത്തെ ഗോളിക്കാനുള്ളത്. ഇത് ജയിച്ചാൽ മതിയായിരുന്നു. ഓക്കെ ലൂയിസ് ഡയസിൻ്റെ ഒരു ഷോട്ട് ഡിഫ്ലക്റ്റായി. കുഴപ്പമില്ല, എന്തായാലും കളി ചെയ്യാനായല്ലോ. ആൻഡ് പാർക്ക് ജീസ് അതെന്ത് ഷോട്ടാണത്. ആൻഡ് ഗേസ് നമുക്ക് ലാസ്റ്റ് ഒരു ഫ്രീ കിട്ടിയിട്ടുണ്ട്. മറഡോണ ബോൾ അടിക്കേണ്ടതാണ്. ആൻഡ് അത് സേവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ പീറ്റർ ചെക്കായിരുന്നല്ലേ അപ്പുറത്ത്, ഞാൻ ശ്രദ്ധിച്ചില്ല. ഓക്കെ കളി എന്തായാലും ജയിച്ചിട്ടുണ്ട്. ഈ അടുത്ത് വന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് നമ്മളെ മെസ്സി ഫാൻ ബോയിനെയാണ്. സോ നമുക്ക് പുള്ളിയായിട്ട് കളിക്കാം. കിടലിന സ്കോഡ് തന്നെയുണ്ട് മെസ്സി ഫാൻ ബോയ്ക്ക്. ഓക്കെ ഫസ്റ്റ് ടൈമാണ് മെസ്സി ഫാൻ ബോയോടെ കളിക്കുന്നതെന്ന് തോന്നുന്നു. നോക്കാം കേസ്, നമുക്ക് പരമാവധി കളിക്കാൻ പറ്റുന്ന പോലെ നോക്കാം. നിങ്ങൾ ആയിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഇവിടെ ലൈക്ക് കൂടി ചെയ്തേക്കാം. കഴിഞ്ഞ കളി സിഡോർഫ് നല്ല കളിയായിരുന്നു കളിച്ച്. മെസ്സി പോയി എങ്ങനെയാണെന്ന് അറിയത്തില്ല, നമുക്ക് നോക്കാം. ഓക്കെ നമുക്കൊരു ചാൻസ് ക്രിയേറ്റ് ചെയ്യാൻ ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഗൈസ്, അത് ക്ലിയർ ചെയ്ത് വിട്ട് എന്തായാലും. ഓക്കെ അപ്പുറത്ത് ബോൾ ഇട്ടുണ്ടായിരുന്നു. അത് ഹാളണ്ടൊക്കെ ഉണ്ട് ഗൈസ്, ഹാളണ്ട്. ഓക്കെ ഞാൻ അപ്പുറത്തൊരു ചാൻസ് വരുന്നുണ്ട്, അത് ഗോളായിരിക്കും ഗേസ് മിക്കവാറും. ഹെൻറീൻ്റെ ഷോട്ടല്ലേ. ഓ ഗേസ് ഡിഫ്ലക്റ്റായി പോയി ഗേസ്. ഇതിലെ ഡിഫൻസ് ഉണ്ട് ഗേസ്, പരമാവധി പിടിച്ചിക്കാൻ നോക്കാം. ആൻഡ് നെഡ്വേഡൊക്കെ ഉണ്ട്. ആൻഡ് മെക്ടോമിനേൻ്റെ ഇത് കാണാണ്. ഓക്കെ ഫാബിയൻ റൂയിസ് അതും ഡിഫ്ലക്റ്റ് ആക്കിയിട്ടുണ്ട്. പുള്ളീൻ്റെ അടുത്ത് ബോൾ എങ്ങനെയും വാങ്ങിച്ചെടുക്കണം, കിട്ടുന്നില്ല ഗേസ്. എത്രയാണിത് വരുന്നത്. മെസ്സി ഫാൻ പോയി പിടിച്ചു വെക്കുകയാണ് നമ്മളെ. ഓക്കെ വിറ്റീനേൻ്റെ ഒരു ചാൻസ് ഉണ്ട്. ഗേസ് പോയി. ഓ ഗേസ് അടിച്ചിട്ടുണ്ട് നമ്മളെ ഗരിഞ്ച ഗോട്ട്, നമ്മളെ റൈറ്റ് വിങ്ങിലെ ആളാണ്. ഇനിയിപ്പം യൂട്ടോട്സിൽ കേസ് ഞാൻ 2-3 നേരം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് വരെ നോക്കണം, കാരണം എങ്ങനെയും 2000 ഷാട്ടിൻ്റെ മേളെത്തിയാലേ എനിക്ക് ഒരു പൊസിഷൻ കവർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ ഒരു ഗോൾ അടിച്ചിട്ടുണ്ട്. ഒന്നുമല്ല കേസ്, മേ ബി പുള്ളി തിരിച്ചടിക്കുമായിരിക്കും. കാരണം പുള്ളിക്ക് അത്രയും നല്ല സ്കോർ സ്ട്രെങ്ത്തും ഉണ്ട്, പുള്ളിക്ക് നല്ല കഴിവുമുണ്ട് കേസ് കളിക്കാനുള്ള. ഓക്കെ ഓക്കെ ഫസ്റ്റ് ഹാഫ് എന്തായാലും 1-0. സെക്കൻഡ് ഹാഫിൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാം കേസ്. ഞാൻ ഒരു കോടി അടിച്ച് ലീഡ് നിലനിർത്താൻ ശ്രമിക്കാം. കഴിഞ്ഞ കളിയിലെ പോലെ ആയാൽ മതിയായിരുന്നു, ജയിച്ചാൽ മതിയായിരുന്നു.
ഓക്കെ പുള്ളിയുടെ ചാൻസാണ്. നമ്മളെ ഡിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. എന്തായാലും കിടിലൻ ഡിഫൻസ് തന്നെയാണ് നമ്മളുടേത്. ഇതിനു മുമ്പൊന്നും ഇങ്ങനെ കളിച്ചിട്ടില്ല ഇവർ. ആരെങ്കിലും വരുമ്പോൾ അവിടെ നോക്കിക്കത്തേ ഉള്ളൂ. ഓക്കെ കിടിലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ആൻഡ് പുള്ളിയുടെ വിടിച്ച് കാര്യം പറയില്ല, കിടിലൻ പെർഫോമൻസ് ആണ്. ഓക്കെ എഡ്വേർഡ് ഗോളായിരിക്കും കേസ് ഇത്. മനസ്സ് പറയുന്നു അത് ഗോളാണ്. ഓക്കെ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ലീഡ് പോയിട്ടുണ്ട്. ഒരു സമനിലയെങ്കിലും പിടിക്കാൻ ശ്രമിക്കാം, അത്രേ പറയാൻ പറ്റുള്ളൂ. കിടിലൻ പെർഫോമൻസ് തന്നെയാണ് പുള്ളി. കിടിലൻ പൊസഷനാണ്. ഇപ്പോൾ എന്താ പറയുക, കിടിലൻ ഷോട്ട്സ് വരുന്നുണ്ട്. സോ പുള്ളീൻ്റെ അടുത്ത് പിടിച്ചൊക്കെ എത്ര പണിയാണ് ഓക്കെ നമുക്കൊരു ചാൻസാണ് ജയിക്കാനുള്ള ചാൻസ്. ലൂയിസ് ഡയസ് പുള്ളിയുടെ ജിജി ബുഫോൺ അത് സേവ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ബുഫോൺ അത് സേവ് ചെയ്യില്ലായിരുന്നെങ്കിൽ നമ്മൾ ഒരു പക്ഷേ ഇപ്പോൾ ലീഡ് എടുത്തേനെ. കോർണറും പോയി പുള്ളിക്ക് ഹെൻറീനെ കാണുന്നുണ്ടല്ലേ, ഹെൻറിനെ കൊണ്ട് പോകുന്നുണ്ട്. എന്തായാലും പിന്നെ എഡ്വേർഡിന് കൊടുത്തിട്ടുണ്ട്. ആൻഡ് യമാൽ കിട്ടി എന്താ പറ്റിയല്ലോ, നെറ്റിനെയാന്ന് തോന്നുന്നു. ആൻഡ് മിക്കവാറും അടിക്കും. പുള്ളി അടിച്ചിട്ടുണ്ട്. ഓക്കെ കിടിലൻ കളി തന്നെയായിരുന്നു പുള്ളീൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. സോ ഞാൻ ഹാപ്പിയാണ്.